കൊല്ലം ചിതറയിൽ പ്രതിയുടെ വീട്ടിൽ നിന്ന് 6 പവൻ സ്വർണവും മൊബൈൽ ഫോണും മോഷ്ടിച്ച എക്സൈസ് ഉദ്യോഗസ്ഥൻ പിടിയിലായി. ചടയമംഗലം എക്സൈസ് ഓഫീസിലെ സിവിൽ എക്സൈസ് ഓഫീസർ ഷൈജുവാണ് അറസ്റ്റിലായത്. സംഭവം നടന്ന് 1 വർഷത്തിന് ശേഷമാണ് പ്രതി പിടിയിലാകുന്നത്. ഉദ്യോഗസ്ഥൻ അറസ്റ്റിലായതോടെ രക്ഷപ്പെട്ടത് ഇത്രയും നാളും സംശയത്തിന്റെ നിഴലിലായിരുന്ന അയൽവാസികളാണ്. 2023 ഡിസംബർ 1 തീയതി രാത്രിയാണ് സംഭവം. മാങ്കോട് തെറ്റുമുക്കിൽ അൻസാരിയുടെ വീട്ടിൽ വ്യാജ വാറ്റ് നടത്തുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വീട്ടിലെത്തിയ ചടയമംഗലം എക്സൈസ് അൻസാരിയെ തൊണ്ടി സഹിതമാണ് പിടികൂടിയത്. പിന്നീട് റിമാൻഡിലായ അൻസാരി തിരിച്ചെത്തിയപ്പോഴാണ് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 5 പവന്റെ മാലയും 10 ഗ്രാം തൂക്കമുള്ള ലോക്കറ്റും മൊബൈൽ ഫോണും ടോർച്ച് ലൈറ്റും നഷ്ടപ്പെട്ടതായി അറിയുന്നത്. പിടിയിലായ സമയത്ത് എക്സൈസ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം വീടിന്റെ താക്കോൽ ഏൽപ്പിച്ചിരുന്ന സുഹൃത്ത് സക്കീറിനെയും മകളുടെ വിവാഹ ആവശ്യത്തിന് വീടിന്റെ ബാത്റൂം ഉപയോഗിച്ച അയൽവാസിയായ നാസറിനെയായിരുന്നു സംശയം. പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും ഇതുവരെയും പ്രതികളെ കണ്ടെത്താനായിരുന്നില്ല. അൻസാരിയുടെ നഷ്ടപ്പെട്ട മൊബൈൽ ഉപയോഗിച്ച് തുടങ്ങിയതോടെയാണ് അന്വേഷണം ഷൈജുവിലേക്ക് തിരിഞ്ഞതും പിടിയിലായതും. പ്രതിയെ പിടികൂടിയതിന്റെ സന്തോഷത്തിലാണ് രണ്ടുപേരും. ഇതിൽ യഥാർത്ഥ പ്രതി അറസ്റ്റ് ചെയ്തതിൽ കേരള പോലീസിന് വളരെ വളരെ എൻ്റെ ഭാഗത്ത് നന്ദിയിരിക്കും, എൻ്റെ കുടുംബത്തിന് നന്ദി. കാരണം ഞാനിതിൽ നിരപരാധിയാണ് തികച്ചും. എന്നെ രാത്രി വിളിച്ചു പറയുന്നു ഇങ്ങനെ സംഭവമുണ്ട്, ചെല്ലാൻ പറയുന്നു. ചെന്നിട്ട് പറഞ്ഞിട്ട് ഇയാൾ ജാമ്യത്തിൽ വന്നതിന് ശേഷം പറയുന്നു എൻ്റെ സ്വർണം കാണാനില്ല. അപ്പോൾ ഞാൻ എൻ്റെ അടുത്തൊരു എൻ്റെ സുഹൃത്ത് വേറൊരു ആൾ പുള്ളിയുടെ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളിയുടെ വെളിയിൽ ബാത്റൂമും മറ്റു കാര്യങ്ങളില്ലാത്തതിനെ കൊണ്ട് ഇതൊന്ന് തുറന്നു കൊടുത്തിട്ട് ഞാൻ മോട്ടർ ഓണാക്കാനുള്ള സംവിധാനം ചെയ്ത് കൊടുത്ത് ഞാൻ ഇങ്ങ് പോവുകയാണ് ചെയ്തത്. 2ാമത്തെ പ്രാവശ്യം ചെന്നിട്ട് പൂട്ടിയിട്ട് ലോക്ക് ചെയ്തിരിഞ്ഞ് പോന്നു. ഇയാൾ ഇത് കഴിഞ്ഞിട്ട് വന്നിട്ട് ചിതറ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്ത് 2-3 പ്രാവശ്യം എന്നെ ഹറാസ് ചെയ്തിട്ടുണ്ട്. ഞാൻ അപ്പോൾ ഞാൻ അവർക്ക് കാര്യങ്ങൾക്ക് പറഞ്ഞു നിരപരാധിയാണ്, ഞാനിത് അറിഞ്ഞിട്ടില്ല, ഞാനൊരു മാനുഷിക പരിഗണന വെച്ച് സഹായിക്കാൻ പോയതാണ്. ഈ മോളുടെ കല്യാണം പ്രമാണിച്ച് അവർക്ക് ബാത്റൂം വെളിയിലൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് ഞാൻ ആ കക്ഷിയെ സഹായിക്കാൻ പോയതാണ്. ഞാൻ പോയിട്ട് തിരിച്ചു വന്നു. പക്ഷേ അത് പുള്ളി അത് പിന്നെ പല സ്ഥലങ്ങളിലും പോയി നമ്മുടെ നാട്ടിൽ മൊത്തം ഇങ്ങനെ പറഞ്ഞു വരുത്തി ഞാനാണ് ചെയ്തത്, ഞാനും മറ്റേ ആളും കൂടെ ചെയ്തതെന്ന് എനിക്ക് മാനസികമായിട്ടും ഭയങ്കരമായി ബുദ്ധിമുട്ടുണ്ടായി. ഞാനൊരു പൊതുപ്രവർത്തനമാണ്. നേരത്തെ ഞാൻ കോൺഗ്രസ് പ്രവർത്തനത്തിൽ നിന്നിട്ടുള്ള കക്ഷിയാണ്. ബ്ലോക്ക് പഞ്ചായത്തിൽ 2005 മത്സരിച്ച ഒരാളാണ്. ഞാൻ ജമാഅത്തിൻ്റെ ഒരു വൈസ് പ്രസിഡന്റും സെക്രട്ടറിയൊക്കെ ആയിരുന്ന ഒരാളാണ്. ഇപ്പം നിലവിൽ സെക്രട്ടറിയാണ്, ഇപ്പോൾ വൈസ് പ്രസിഡന്റാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾ ഒരിക്കലും അതിൻ്റെ ഭാഗത്തുനിന്നില്ല. അങ്ങനെ ഞാൻ അവർ പോലീസുകാരെന്ന് പറഞ്ഞു നിങ്ങൾ തന്നെ വന്ന് എൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് അന്വേഷിക്കണം. അപ്പോൾ അങ്ങനെ സംഭവം നമ്മുടെ ഭാഗത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ ഇന്നുവരെ അങ്ങനെ സംഭവത്തിലേക്ക് വന്നിട്ടില്ല. നമ്മൾ രാഷ്ട്രീയപരമായിട്ടുള്ള കേസ് കെട്ടിൽ മാത്രമേ പോയിട്ടുള്ളൂ, അല്ല വേറെ ഒരു സംഭവം ഒന്നുമില്ല. മാനസികമായിട്ട് വളർത്തൽ പുള്ളി പിന്നെ അതിൽ നമ്മുടെ ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് എല്ലാ ആൾക്കാരെയും കണ്ടു പറഞ്ഞ് ഇങ്ങനെയാണ് സംഭവം. അപ്പോൾ പല ആൾക്കാരും ചോദിച്ചു, എനിക്കൊരു നാണക്കേടുണ്ടായി. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ മറ്റ് രാഷ്ട്രീയ ഞാൻ രാഷ്ട്രീയത്തിനിടയ്ക്ക് ഞാൻ രാഷ്ട്രീയം മാറേണ്ടി വന്നു. ഈ രാഷ്ട്രീയം മാറിയപ്പോൾ തന്നെ അതും ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് മാറിയെന്നുള്ളതാണ് ഇവിടെ മൊത്തം ഒരു കിംവദന്തി. അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസിൽ നിന്നും നിരവധി തവണ പീഡനം നേരിടേണ്ടി വന്നതായും സക്കീർ പറഞ്ഞു. അതായത് ആ സമയത്താണ് ഞാൻ അറിയുന്നത് ഇവരും സംസാരിക്കുന്നത്. സക്കീറൊക്കെ ഞങ്ങളത് ഞാൻ പറഞ്ഞില്ലായിരുന്നു, എൻ്റെ മൊബൈല്, മാല, സ്വർണ്ണമാല, അതുപോലെ തന്നെ പണമോ കാണുന്നില്ല. ഞാൻ ആ നിമിഷമാണ് അറിയുന്നത്. കാരണം ഒരുമിച്ച് ഞാനും സക്കീറും ജയിലിൽ പോകുമ്പോൾ പോലും സക്കീർ എന്നോട് പറയുന്നില്ല, അത് പറയരുത്, കാരണം ചില രഹസ്യമുള്ളതാണല്ലോ. ഈ അൻസാരി സക്കീറിനോട് പറഞ്ഞു എന്ന് പറയുന്നു ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം. പക്ഷേ സക്കീർ അത് നോക്കിയില്ല എന്നാണ് സക്കീർ പറഞ്ഞത്. എന്ത് തന്നെയായാലും പിറ്റേ ദിവസം സ്റ്റേഷനിൽ എന്നെ വിളിച്ചു, ഇങ്ങനെ പരാതി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെന്നു, മൊഴി കൊടുത്തു. ഞാൻ നടന്ന ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം പറയുകയും അപ്പോൾ അതിനുശേഷം വീണ്ടും പല പ്രാവശ്യം വിളിക്കുകയും ഉദ്യോഗസ്ഥന്മാരോടൊന്ന് അന്വേഷിക്കുമ്പോൾ ഡോറ് ബ്രേക്ക് ചെയ്തിട്ടില്ല, ഒരു തരത്തിലും ഒരാൾക്ക് കിച്ചണിൽ നിന്ന് റൂമിനകത്ത് കയറാൻ പറ്റില്ല. അപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ എന്നെ ബുദ്ധിമുട്ടിയില്ലെങ്കിൽ പോലും സമൂഹത്തിൽ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായി. കാരണം ഞാനൊരു പാർലർ കോളേജിലും PSC പഠിപ്പിക്കുന്ന ഒരു പുസ്തകമൊക്കെ എഴുതിയിട്ടുള്ള ഒരു അധ്യാപകനാണ്. അപ്പോൾ പ്രൈവറ്റായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ സമൂഹത്തിൽ കുറച്ച് പേരെങ്കിലും വിചാരിച്ചു അറിഞ്ഞും അറിയാതെയും, ഒരുപക്ഷെ അയൽവക്കക്കാർ ഉൾപ്പെടെ ഒരു സംശയദൃഷ്ടിയിൽ ഞങ്ങളെ കണ്ടു. എൻ്റെ വൈഫൊക്കെ തന്നെ മാനസികമായിട്ട് വളരെയധികം തകർന്നു പോയി. കല്യാണമൊക്കെ ആയതുകൊണ്ട് ഗോൾഡ് എടുത്തായിരിക്കാം. ഈ അൻസാരി തന്നെ ഒരു പോലീസിനോട് പറഞ്ഞു, കല്യാണത്തിന് ഗോൾഡ് ആവശ്യമുണ്ട്, നമ്മുടെ വീടിന് ജപ്തിക്ക് വേണ്ടി ബാങ്കുകാരൊക്കെ വരുന്ന സാമ്പത്തിക പ്രതിസന്ധിയുള്ള ആളാണ് ഇദ്ദേഹം എന്ന രീതിയിലേക്ക് അവിടെ സംസാരിക്കുന്നുണ്ട്. എനിക്ക് ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. പക്ഷേ അതിൽ 1-2 ഉദ്യോഗസ്ഥന്മാർ SI ഉൾപ്പെടെ അഭിലാഷ് സാർ ഉൾപ്പെടെയാണെന്ന് തോന്നുന്നു നല്ല രീതിയിൽ അന്വേഷണം നടത്തി. എന്നോട് പിന്നെ പറഞ്ഞു, താങ്കൾക്ക് ഇതിനകത്ത് ഒരു വിളിച്ചാൽ ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും താങ്കൾ ഇതിനകത്ത് പങ്കല്ല, എങ്കിലും താങ്കൾ ഇതിന് ബുദ്ധിമുട്ടിക്കത്തില്ല. ഈ അൻസാരിയുടെ ഒരു സുഹൃത്ത് പോലും ഇവിടെ വന്നിട്ട് മദ്യപിച്ചിട്ട് എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നെ ശല്യം ചെയ്യാൻ ശ്രമിച്ചു. നിങ്ങളാണോ അവിടെ താമസിച്ചു, കല്യാണത്തിൽ വിടണോ, നിങ്ങളാണോ ഇവിടെ താമസിച്ചെന്നുകൊണ്ട് എന്നെ ഒത്തിരി ഹരാസ് ചെയ്തു. അപ്പോൾ അതിനെതിരെ അൻസാരിക്ക് ഒരു പരാതിയും കൊടുത്തു. അൻസാരിയെ വിളിപ്പിച്ചു. അപ്പോൾ ഇനി മേലെ അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറയുകയും ചെയ്തു. എന്തായാലും ഇങ്ങനെ ഒരു കണ്ടെത്തി എന്ന് ഇപ്പോൾ അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. വേറെ ഒന്നുമില്ല, എനിക്ക് ആരോടും വിരോധമോ വൈരാഗ്യമോ ഒന്നുമില്ല. പക്ഷേ തുറന്നു പറയാം, ഇത് ഒരു മനുഷ്യന് വേണമെങ്കിൽ ആത്മഹത്യ ചെയ്യാം. അന്വേഷണം നടത്തി
പോലീസ് കേസ് മടക്കിയെങ്കിലും അൻസാരി കോടതിയെ സമീപിച്ചതോടെയാണ് വീണ്ടും കേസന്വേഷണം ഊർജിതമായത്. പ്രതിയിൽ നിന്നും നഷ്ടപ്പെട്ട സ്വർണ്ണാഭരണങ്ങൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്.